നമസ്കാരം. ദ ഹിഡൻ പവർ ഓഫ് സെയിങ് നോ. ഇല്ല എന്ന് പറയാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല വിജയങ്ങളും നേടുന്നത്. പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ ചിലരോട് നോ പറയാൻ വലിയ വിഷമമാണ്. എന്തിനെക്കുറിച്ചാണ് നോ പറയുന്നത്? നമ്മളോട് ഒരു കാര്യം ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറയുക, നമുക്ക് നോ പറയാൻ മടിയാണ്. കാരണം നമ്മൾ നോ പറഞ്ഞാൽ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം. പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കുന്നു. നോ പറയാൻ പാടാണ്. കാര്യം നോ പറഞ്ഞാൽ അവരെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുമോ, അല്ലെ അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഭയം. നമ്മുടെ ഒരു മേലുദ്യോഗസ്ഥൻ നമ്മളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. നമുക്കത് ഇഷ്ടമില്ലെങ്കിൽ, മേലുദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ആയിക്കോട്ടെ, നമ്മുടെ ഒരു ബോസ് നമ്മളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ, അല്ലെ ചില കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ, അത് നമ്മുടെ എത്തിക്സിനെതിരാണെങ്കിൽ, അല്ലെ നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെ എന്ന് വെച്ചാൽ കമ്പനിയുടെ റൂൾസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാതെ ചിലപ്പോൾ നമുക്ക് തോന്നാം ഒരാളോട് നോ പറഞ്ഞാൽ, ചിലർ ഇഷ്ടമാണെന്ന് പറയുന്നു, അവരോട് നോ പറയാൻ നമുക്ക് മടിയാണ്. കാര്യം വെറുതെ നമ്മൾ മിണ്ടായിരിക്കും. എന്തിനാണ് അവരെ ശല്യപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് അവരെ ഇഷ്ടമില്ലെങ്കിൽ നോ പറയുക. ജീവിതത്തിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും നോ പറയാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ചില ആളുകളുണ്ട്. അവരുടെ കാര്യം നടക്കുന്നതിന് വരെ എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കും. അവരുടെ കാര്യം കഴിയുമ്പോൾ അവരുടെ സ്വഭാവം കാണിക്കും. പക്ഷേ ചില ആളുകൾ അങ്ങനെയല്ല. അവർ നോ പറയേണ്ടടുത്ത് നോ പറയും, തെറ്റിനെ തെറ്റെന്ന് പറയും. പലപ്പോഴും തെറ്റിനെ തെറ്റെന്ന് പറയുന്നവരെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നിങ്ങൾ അവിടെ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുകയാണ്, നിങ്ങളുടെ വില നിങ്ങൾക്ക് മനസ്സിലാവണം. നമുക്കൊരു കാര്യം തെറ്റാണ്, അല്ലെങ്കിൽ അത് പറ്റില്ല, ശരിയല്ല, തെറ്റാണ്, റോങ്, നോ, അത് നമ്മളെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നോ, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുവഴി എന്ത് പ്രത്യാഘാതം ഉണ്ടായിക്കോട്ടെ, നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയുക. നമ്മളെ ബാധിക്കുന്ന കാര്യം കൂടിയാണെങ്കിൽ. ഇനി നമ്മളെ ബാധിക്കുന്നില്ല, നമ്മുടെ ആരെയും ബാധിക്കുന്നില്ല, എന്ത് വേണേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നോയും യേശു ഒന്നും പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതിലോട്ട് സൈലൻസ്. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എല്ലാ മനുഷ്യരും നോ എവിടെ പറയാൻ നമ്മൾ ഭയപ്പെടുന്നുവോ അവിടെ നമ്മുടെ പരാജയം തുടങ്ങുകയാണ്. എവിടെ നമ്മൾ നോ പറയാൻ തുടങ്ങുന്നുവോ അവിടെ നമ്മുടെ വിജയം തുടങ്ങുകയാണ്. നമ്മൾ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം, അല്ലെ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നത് നോയ്ക്ക് നോ പറയാൻ പറഞ്ഞ് ശീലിപ്പിക്കണം. എങ്കിൽ വളരുമ്പോഴും അത് നിൽക്കും. കുഞ്ഞുങ്ങളോട് നോ പറയാൻ അവരോട് നിങ്ങൾ അങ്ങനെ അവരോട് പറയില്ല, ടീച്ചറിനോട് പറയില്ല, അല്ലെങ്കിൽ വേറൊരാളോട് നോ പറയില്ലെന്ന് പറഞ്ഞാൽ അവർക്കൊരു പേടി ഉള്ളി വരും. അവരുടെ ജീവിതകാലം മുഴുവൻ ഈ ഭയം അവരുടെ കൂടെ കാണും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നോ പറയേണ്ടടുത്ത് നോ പറയുക, യേസ് പറയേണ്ടടുത്ത് യേസ് പറയുക. നിങ്ങൾക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യം തെറ്റെന്ന് തന്നെ പറയുക. അത് മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളുടെ ശത്രുക്കളായി മാറാം, അവർ നിങ്ങളെ ഉപദ്രവിച്ചെന്ന് ഡോണ്ട് കെയർ. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ള ആ ശക്തി വേണം. നോ വേണ്ട, എനിക്കില്ല, ഞാൻ ചെയ്യില്ല, ഞാൻ പറയില്ല എന്ന് പറയാനുള്ള ആ ധൈര്യം നിങ്ങൾ കാണിക്കണം. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നോ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് നോ പറയുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരട്ടെ. നിങ്ങൾ വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.